ഹായ് ഗൈസ്. അപ്പം നമ്മൾ ഇന്നൊരു കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത്. കുർത്തി ഇവിടെ വരെ വന്ന് ഇങ്ങനെ ഒരു കട്ട് വരുന്നു, എന്നിട്ട് ഇവിടുന്ന് താഴത്തോട്ട് ഫ്രില്ലാണ് വരുന്നത്, എന്നിട്ട് സ്ലിറ്റ് വരുന്നുണ്ട്. ഫുൾ സ്ലീവാണ്. നമുക്ക് ചെയ്താലോ? അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, കോട്ടൻ്റെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ചെയ്യാം. ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വേറെ ആയിട്ട് വീഡിയോ ഇടാം കേട്ടോ, അല്ല കുറേ ലോങ് വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് നമുക്ക് സ്ലീവ് വെട്ടാം, കട്ട് ചെയ്യാം. മീഡിയം സൈസാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഞാൻ മെഷർമെൻറ്റ് ഇതിൽ ഞാൻ ചെയ്യുന്ന മെഷർമെൻറ്റ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി കട്ട് ചെയ്ത് വീഡിയോ എടുക്കാം. ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ തുണീനെ വിട്ട് വെച്ചിട്ട് 4 ഇങ്ങനെ മടക്കി വെച്ചേക്കുക. ഇത് ക്ലോസ് ആയിട്ടുള്ള ഭാഗം, ഇത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം. 4 മടക്കി ഇടൂലേ, ആദ്യം 2 ആക്കുക, പിന്നെ ഇങ്ങോട്ട് വെക്കുക. അപ്പോൾ 4. പിന്നെ ഇവിടെ ഈ ക്ലോത്തിന് ഇറക്കം കുറവാണ്. ഇവിടെ തൊട്ടാട്ടോ ക്ലോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. താഴെ ഇച്ചിരി എന്തോ പ്രശ്നം. സോ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. ഇവിടെ നമ്മൾ ഫുൾ സ്ലീവിന് നമ്മൾ ലെങ്ത് കൊടുക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് പുറകോട്ട് വെക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ സ്ലീവിന് ലെങ്ത് കൊടുക്കുന്നത് 24 ആണ്. അപ്പോൾ നമ്മൾ ഇവിടം തൊട്ട് ഇവിടെയാണല്ലോ മാർക്ക് ചെയ്തത്, ഇവിടം തൊട്ട് ഇവിടം വരെ 24 തിരിച്ച് 2 സൈഡിലും മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ സ്കെയിൽ വെച്ച് ഈ ലൈൻ നോക്കണം കേട്ടോ, അതറിയാതെ വരച്ചത്, അറിഞ്ഞോണ്ട് വരച്ചത്. അപ്പം ഇത്ര വരച്ചു. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മൾ ഇവിടെ ആണെങ്കിൽ ഇതും കട്ട് ചെയ്യുവാണ്. ഇവിടെ കണ്ടില്ല, താഴത്തെ അകത്തെ ഭാഗം ഇച്ചിരി ഇറങ്ങിയിരിക്കുന്നത്. സോ ഇത് നേരെ ആക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വരച്ചു. എപ്പോഴും സ്റ്റാർട്ടിങ് പോയിന്റ് നേരെയാണോ, അകത്തെ എല്ലാ മെറ്റീരിയൽ കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത് നോക്കണം. ഇതങ്ങ് കളയാം. ഇനി ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തില്ലേ, അവിടെ നമ്മൾ 3 ഇഞ്ച് വരയ്ക്കാം. പിന്നെ ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് 10 ആണ് എടുത്തേക്കുന്നത്. ഞാൻ എക്സ്ട്രാ എടുത്തേക്കുന്നതാണ്. ശരിക്കും നമുക്ക് 9.5 മതി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഈ 3 മാർക്ക് ചെയ്തില്ലേ, ഈ 3 ഇങ്ങോട്ട് ഈ ഒരു പോയിന്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ മിഡ് മാർക്ക് ചെയ്യാം. നടുഭാഗം മാർക്ക് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ഈ ഒരു ഷേപ്പ് വരയ്ക്കാം. പൊക്കത്തോട്ട് ഒരു യു പോലെ, താഴത്തോട്ട് ഒരു യു പോലെ. എന്നിട്ട് നമ്മുടെ ഈ ഒരു എൻഡ് ഭാഗത്തില്ലേ, നമ്മുടെ ഈ ഒരു മെഷർമെൻറ്റ് എത്രയാണെന്ന് നോക്കണം. എനിക്കൊരു 7.5 വരുന്നത്. അപ്പം അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 3.5 തോന്നും. അപ്പോൾ ഒരു 6 തന്നെ ഇവിടെ വെച്ചു. 6 ഇഞ്ച് നമുക്ക് താഴെ വെക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആവശ്യമില്ലെന്ന് ഇത് മാർക്ക് ചെയ്ത് 9.5 മാർക്ക് ചെയ്ത് വെച്ച് എക്സ്ട്രാ ഇങ്ങനെ കിടന്നോട്ടോ. നമുക്ക് ലാസ്റ്റ് വെട്ടിക്കളയാം കേട്ടോ, ഒരു സേഫ്റ്റിക്ക് ഇടുന്നതാണ്. ഇങ്ങനെ വരച്ചു. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ വരച്ച് കാണാമല്ലോ. ഇങ്ങനെ
എന്നിട്ട് ഇവിടെ ഒരു നോച്ച് ഇട്ടു, കട്ടിട്ട് കൊടുത്തു. പിന്നെ ഇവിടുന്ന് ഇത് രണ്ടും വേസ്റ്റ് സ്ലീവ് റെഡി. 2 എണ്ണം കിട്ടി. 2 സ്ലീവായി. അപ്പം ഇത് കഴിഞ്ഞു. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് യോക്ക് പോർഷൻ കട്ട് ചെയ്യാവേ. അത് നമുക്ക് ഇങ്ങനെ മെറ്റീരിയൽ 4 തന്നെ മടക്കണം. 1 പിന്നെ ഇവിടെ നിന്ന് വീണ്ടും കട്ട്. എന്നിട്ട് ഞാൻ മീഡിയം സൈസാണെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ അതിനൊരു ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഇടാം കേട്ടോ. അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച ഇത് വെച്ചിട്ട് നമുക്ക് ആം ഹോളും ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ. പിന്നെ ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് 17 എടുക്കാം കേട്ടോ. യോക്ക് പോർഷൻ 17 എടുക്കാം. എന്നിട്ട് സെവൻറ്റീനോ 16 എടുത്താൽ മതി കേട്ടോ. ടീ ലൈൻ ഇങ്ങോട്ട്. പിന്നെ ഇവിടെ നമ്മുടെ എക്സ്ട്രാ സീം 1.5 ഇഞ്ച് എക്സ്ട്രാ ഇടാം. ഇത് നമ്മുടെ ഇത് എക്സ്ട്രാ ഇട്ടു. ഇനി ഫ്രണ്ടിൽ ഈ ആം ഹോളിൽ ഇത് കാണാമല്ലോ അല്ലേ? യെല്ലോ കാണാമോ? ഞാൻ പിങ്ക് എടുക്കാം. ഇനി ഫ്രണ്ടിൽ ആം ഹോളിന് വേണ്ടി നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം, വരയ്ക്കാം. ഇനി നമുക്ക് നെക്ക് മാറ്റാം. ഇവിടുന്ന് ഈ ആം ഹോളിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് 3.5 മാർക്ക് ചെയ്യാം. പിന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ഡീപ്പ് എന്ന് പറയുന്നത് 6.5. പിന്നെ ബാക്കിൽ നെക്ക് 1.5. എന്നിട്ട് ബാക്ക് നെക്ക് ഇങ്ങനെ ഒരു ഷേപ്പ്, ചെറിയ യു പോലെ. ഫ്രണ്ടിലെ വി കറക്റ്റ് വേണ്ട ഒരു കർവ് കൊടുക്കണം കേട്ടോ. പിന്നെ ഇവിടെ ഷോൾഡർ ഡ്രോ ഇത് സ്ലോപ്പ് വരയ്ക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ യോക്കിൻ്റെ ഭാഗം. നിങ്ങൾക്ക് ചോക്ക് വരച്ചത് കാണാമോ എന്ന് എനിക്കറിയില്ല. ഞാൻ അടുപ്പിച്ച് വെച്ച് കണ്ട ക്ലിയർ ആണോ? അപ്പോൾ ഇത് കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് താഴെ ലൈൻ എന്നിട്ട് സൈഡ് ഷേപ്പ് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ബാക്കിലാണ്, ആദ്യം നമ്മൾ ബാക്കാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ബാക്കിലെ പോർഷൻ 2 നമ്മൾ ഒന്നിലാണല്ലോ വരച്ച് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിലെ നെക്ക്, ഷോൾഡർ സ്ലോപ്പ്, പിന്നെ ആം ഹോൾ. ബാക്കിലാണ് ഈ യെല്ലോ വരുന്നത്. അപ്പം നമ്മളെല്ലാം കട്ട് ചെയ്തു. ബാക്കിലെ പോർഷൻ മാത്രം മാറ്റി വെക്കാം. ഇത് മാറ്റി വെക്കാം കേട്ടോ. ഈ ഫ്രണ്ട് കട്ട് ചെയ്യാം. ഇത് വീണ്ടും ഇങ്ങനെ മടക്കുക.
ഇത് ആംപോള് കുറച്ച് കയറ്റി കട്ട് ചെയ്യുക. ഫ്രണ്ടിലെ നെക്ക്, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് നെക്കിൻ്റെ ഇവിടെ ഒരു ഇത് വേണമല്ലോ, ഇവിടെ ഫിനിഷിങ്ങിന് വേണ്ടി നമുക്ക് വേറൊരു ഇത് വെച്ച് കട്ട് ചെയ്യാം. വേറൊരു ഇങ്ങനെ ഒരു വലിയ ഫാബ്രിക് എടുക്കാം, കുറച്ച് വലിയത് മതിയേ. എന്നിട്ട് അത് രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് ഈ ഒട്ടിയിരിക്കുന്ന ഭാഗമില്ലേ, ഓപ്പൺ അല്ലാത്ത, അതാ ഇങ്ങോട്ട് വെക്കുക. കറക്റ്റ് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഈ ഒരു നെക്കിൻ്റെ അതേ സെയിം വിധത്തിൽ കട്ട് ചെയ്യാം. എന്നിട്ട് ഇത് കളയുക. എന്നിട്ട് ഈ ഒരു ഷേപ്പ് കിട്ടിയില്ലേ, ഇത് നമുക്ക് എൻ്റെ ഈ ഒരു സ്കെയിലിൻ്റെ വിഡ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ വരയ്ക്കുന്ന ശ്രദ്ധിച്ചോ. ഇങ്ങനെ ഈ സ്കെയിൽ വെച്ചിട്ട് കണ്ടോ ഈ ഒരു ഷേപ്പ്. അപ്പോൾ ഇത് കിട്ടി. അത് നമുക്ക് ഇതുമായിട്ടൊരു ഇങ്ങനെ മടക്കി വെക്കാം. ഇനി നമുക്ക് താഴത്തെ പോർഷനാണ് വേണ്ടത്. അപ്പോൾ താഴത്തെ പോർഷന് വേണ്ടി നമ്മൾ ഇതുപോലെ 4 ആയിട്ട് തന്നെ മടക്കുന്നതായിരിക്കും കട്ട് ചെയ്യാൻ എളുപ്പം. സോ കുറച്ച് നല്ല ലെങ്ത് വേണേ. നമ്മൾ ഫ്രില്ലാണ് ഇട്ട് കൊടുക്കുന്നത്. സോ ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കുക. ഇനി നമുക്ക് ടേപ്പ് എടുക്കണം. നമുക്ക് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്ന ഒരു 44-45 ലെങ്ത് കൊടുക്കുക. 44 മതി. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേരത്തെ അത് കട്ട് ചെയ്തത് 17 ആണ്. അത് വെച്ചിട്ട് ബാക്കി 44 ഇവിടെ മാർക്ക് ചെയ്യാം. പ്ലസ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. താഴെ മടക്കിയെടുക്കാണ്ട് പൊക്കത്തും പോവും. സോ ടോട്ടൽ നമ്മൾ ലെങ്ത് എടുത്തേക്കുന്നത് 45.5 ആണ്. സോ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. കട്ട് ചെയ്തേക്കാം. ഇപ്പൊ ഒരു ഫ്രണ്ടിലൊരു സ്ലിറ്റ് ആയ അല്ല ഫ്രണ്ടിലൊരു ഇതായുള്ള ഇതേപോലെ ഒരെണ്ണം കൂടെ സെയിം ലെങ്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ അതിനു വേണ്ടി വീണ്ടും ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ മടക്കുക, വീണ്ടും എന്നിട്ട് ഇത് നമ്മൾ പൊക്കത്ത് വെച്ചുകൊണ്ടാ. അപ്പൊ സെയിം ആയിട്ട് കട്ട് ചെയ്യാലോ. കട്ട് ചെയ്തെടുത്തു. അങ്ങനെ നമുക്കെല്ലാം വേണ്ടതായി. ഇനി ഒരു സാധനം കൂടെ വേണം, അതായത് ക്രോസ് ബാക്കിലെ നെക്കിന് വെക്കാൻ വേണ്ടി ഒരു ഫിനിഷിങ്ങിന് വേണ്ടി ഒരു ക്രോസ് പീസും കൂടെ വേണം. അപ്പോൾ അത് ഞാൻ ബാക്കി വന്ന മെറ്റീരിയൽ വെച്ച് ഇങ്ങനെ നേരെയല്ല ക്രോസ് കേട്ടോ, ഇങ്ങനെ ഒരു ലൈൻ. ഞാൻ ഈ ഒരു സ്കെയിലിൻ്റെ വിഡ്ത്ത് എപ്പോഴും എടുക്കാറ് കേട്ടോ, അതാകുമ്പോൾ എനിക്ക് കറക്റ്റ് കിട്ടും. ഇങ്ങനെ
2 എടുത്തേക്കാം, തികഞ്ഞില്ലല്ലോ. അപ്പം ഇത് രണ്ടും കട്ട് ചെയ്തിടാം. ഈ ലൈൻസ് കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നല്ലേ. ഇങ്ങനെ ക്രോസ് പീസും കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാം വേണ്ടതായി. ഇനി ഞാൻ ഇത് മടക്കി വെച്ചിട്ട് സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാം. കട്ടിങ് വീഡിയോ കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോ സ്റ്റിച്ചിങ് ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.